ഹലോ ഗായ്സ്, വെൽക്കം ടു കേൾ ട്രേഡേഴ്സ്. ഇന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമുക്കൊരു ജേണൽ വേണം. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടാണ്. നമ്മൾ ട്രേഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയുള്ള ഒരു നോട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ക്യാൻഡിലിനെ പറ്റിയാണ്. അത് ട്രേഡിങ്ങിലുള്ള ബേസിക് കാര്യമാണ് ഈ ക്യാൻഡിൽ. ഈ കാണുന്ന ഒരു സ്ട്രക്ചർ കണ്ടില്ല, ഇതാണ് ക്യാൻഡിൽ. ഈ കാണുന്ന ഈ ഒരു വലിയൊരു പാർട്ടിനെയാണ് ബോഡി എന്ന് പറയാം. ഈ രണ്ട് ലെഗ് പോലത്തെ താഴെ മേലുള്ളതാണ് വിക്ക്. ബോഡി സഞ്ചരിച്ച പാത്താണ് ഈ വിക്ക് എന്ന് പറഞ്ഞത്. അതായത് ഈ ഒരു പാർട്ടിനെ ഞാൻ വരച്ചരാം. ഇതാണ് ബോഡി. ഈ രണ്ട് ചെറിയ ലെഗ് കണ്ടില്ലേ, ഇതാണ് വിക്ക്. ബോഡി സഞ്ചരിച്ച പാത്താണ് ഈ വിക്ക്. ഇതാണ് ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറായിട്ട് വരിക. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ക്യാൻഡിലാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷ് ക്യാൻഡിലും ഒന്ന് ബെയറിഷ് ക്യാൻഡിലും. ഈ ഗ്രീനിൽ കാണുന്നതാണ് ബുള്ളിഷ് ക്യാൻഡിൽ, ഈ റെഡ് കാണുന്നത് ബെയറിഷ്. ഈ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അപ്പിലേക്ക് മൂവ് ആവണ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് ഈ ബുള്ളിഷ്. ബെയറിഷ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്, അതായത് താഴത്തേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുക. നമുക്ക് ചാർട്ടിലൊക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് കളറിൽ ക്യാൻഡിൽസ് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് ഇതിപ്പം എന്താണെന്ന്. ഇത് ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇനി പറഞ്ഞുതരാം. അതായത് ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ, അത് മുകളിലേക്ക് പോകുന്ന ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ നമ്മൾ താഴെ ഓപ്പൺ ആയിട്ട് മുകളിൽ ക്ലോസ് ചെയ്യും. അതേപോലെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴെ ക്ലോസ് ചെയ്യും. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ താഴെ ഓപ്പൺ ആയിട്ട് ഒരു ലോ സൃഷ്ടിച്ച ശേഷം എന്നിട്ട് മുകളിലോട്ട് പോകും. എന്നിട്ടൊരു ഹൈ സൃഷ്ടിച്ച ശേഷം മാത്രമാണ് ഈ ബുള്ളിഷ്, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാം. നമ്മൾ ഈ വിക്ക് എന്ന് പറഞ്ഞത് ഈ ക്യാൻഡിൽ പോയ പാത്താണ്, അത് മറക്കരുത് കേട്ടോ. അതായത് ഈ ബോഡി സഞ്ചരിച്ച പാത്താണ് ഈ വിക്ക്. അതേപോലെ തന്നെ ഈ ബെയറിഷ് ക്യാൻഡിൽ, അതായത് ഈ റെഡ് ക്യാൻഡിൽ മുകളിൽ ഓപ്പൺ ആയിട്ട് ഒരു ഹൈ സൃഷ്ടിക്കും. അതിനുശേഷം ഒരു ലോ സൃഷ്ടിച്ച ശേഷമായിരിക്കും ക്ലോസ് ചെയ്യാം. അതായത് ഈ പിക്ചർ ഒന്ന് നമ്മൾ മൈൻഡിൽ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഒരു ഗ്രീൻ ക്യാൻഡിലും ഒരു റെഡ് ക്യാൻഡിലും ക്ലോസ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു താഴത്തേക്ക് ഒരു ലോ സൃഷ്ടിച്ചിട്ട് പിന്നീട് ഒരു ഹൈ സൃഷ്ടിക്കും. അതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുക. ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ, അതായത് ബെയറിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പൺ ആയിട്ട് ഒരു ഹൈ സൃഷ്ടിച്ച ശേഷം പിന്നീട് താഴത്തേക്ക് ഒരു ലോ സൃഷ്ടിച്ച ശേഷമായിരിക്കും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിലുള്ളത്. ഇതാണ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതുമാണ്. ഇനി നാളത്തെ ക്ലാസ്സിന് നമുക്ക് പുതിയ കാര്യങ്ങളും മറ്റുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ജേണലിൻ്റെ കാര്യം മറക്കരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. See you tomorrow.